കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ധാരണ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. പക്ഷെ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ഇപ്പൊ പാർട്ടി സംവിധാനം അദ്ദേഹമാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ പാർട്ടി സംവിധാനം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാവണം എന്നൊക്കെ പാർട്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ ഇപ്പൊ പാർട്ടി പൂർണ്ണമായിട്ടും പിണറായി വിജയന് കീഴടങ്ങിയിരിക്കുകയാണ്. അപ്പൊ പിണറായി സ്തുതിപാഠകന്മാരായി മാറിയിരിക്കുക. പക്ഷെ പിണറായി പറയുന്നുണ്ട്, അടുത്ത ഞാൻ ഇനി മത്സരിക്കോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തോന്നും പാർട്ടി അത്ര വലിയ ഗംഭീരമായ ഒരു സാധനമാണെന്നാണ് തോന്നുന്നത് നമുക്ക്. പക്ഷെ ഇപ്പൊ പാർട്ടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ ആയിരിക്കണം. അപ്പൊ നേരത്തെ ഇങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രവർത്തന ശൈലി കണ്ണൂരിൽ ഉണ്ടായ സമയത്ത് P ജയരാജനെതിരെ ഉയർന്ന പാർട്ടിയുടെ ശബ്ദം എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ഉയരുന്നില്ല എന്നുള്ളതാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത്. ഒരുപക്ഷെ ആ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ആ വികാരത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കാം പിണറായി വിജയനെതിരെ എതിർക്കാൻ കഴിവുള്ള കേരളത്തിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ P ജയരാജൻ തന്റെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെയൊരു ആൽബം ഇട്ട് പ്രതികരിച്ചത്.